ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാഗതം സ്വാഗതം പറഞ്ഞ ഡുഡോ അല്ലെങ്കിൽ ടീച്ചർ നിന്നെ കാണില്ലെങ്കിൽ സ്വാഗതം. ഇന്ന് നമ്മുടെ പാച്ചുമോന് വേണ്ടിയിട്ട് പാച്ചുമോന്റെ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. സാധാരണ ജൂൺ ആകുമ്പോഴാണ് നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വരാറ്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെയായി. അതെന്താ പാച്ചുവാ സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താന്ന് നിനക്ക് അറിയില്ലേ ഗൈസ്? ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ പാച്ചുവിന്റെ അഡ്മിഷന് വേണ്ടി പോവാതെ നമ്മള് അഡ്മിഷനൊക്കെ കിട്ടിയ ആൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ആള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് നമ്മള് ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് ചേർത്താൻ പോകണം. അപ്പൊ അവന്റെ സ്കൂളിലേക്ക് ചേർത്താൻ പോണതിന്റെ വിശേഷങ്ങളും പഠിച്ച സ്കൂളിൽ നിന്ന് TC മേടിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചേർന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ 2 ദിവസം മുന്നേ അവന്റെ ഇന്റർവ്യൂടെ അന്ന് ചേട്ടൻ പുറത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു കേട്ടാ. ആ സ്റ്റോറിയിൽ കുറെ പേരുന്നല്ല, കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, 2-3 ഇതെന്താ MBBS എക്സാം ആണ് എഴുതുന്നത്, ഇത്രയ്ക്കും വലിയ പ്രഹസനം എന്തിനാ, ടെൻഷൻ എന്തിനാന്നൊക്കെ. നമ്മുടെ മക്കള് 1ാം ക്ലാസ്സിൽ എക്സാം എഴുതാണെങ്കിലും ഡിഗ്രി എഴുതാണെങ്കിലും MBBS എഴുതാണെങ്കിലും ഒക്കെ നമുക്ക് സെയിം ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അത് അവനാന്റെ മക്കളാവുമ്പോഴാണ് നമുക്ക് ആ ടെൻഷൻ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഒരു മക്കൾ ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതന്നെ കഴിഞ്ഞില്ലേ അല്ലേ? നമ്മുടെ ടീച്ചപ്പനും ഉണ്ട് നമ്മുടെ കൂടെ ഇന്ന്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കരച്ചില് കാണാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ആദ്യം പോയിട്ട് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. പോയി വന്നേ, ഇനി അമ്മായും പാച്ചും പോട്ടെ കേട്ടാ. അമ്മായിയും പാച്ചും റൗണ്ട് പോയിട്ട് വരാം. ഇല്ല, ഇറങ്ങിടി പൊന്ന അമ്മായിയുടെ വണ്ടിമ്മ വാ. ആരെ ഫസ്റ്റ് എത്താൻ നോക്കാം. ആരെ ഫസ്റ്റ് എത്താൻ നോക്കാട്ടാ. പാച്ചു കേറടാ. രമേശിനെ വിളിക്ക്. അതില് വായോട്ടാ. ഡുഡുവായില് ഡുഡുവാ വണ്ടിയില്. ഡുഡുവിന് അമ്മായി എന്നിട്ട് മേടിച്ചിട്ട് വരണ്ട വരുമ്പോ. അപ്പൊ തീരാണ്ടത്തിന് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്കിട ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ട് വരാം. മേടിച്ചരാ വണ്ടിയിൽ കേറ്. വണ്ടിയിൽ കേറ്. മേടിച്ചരാന്ന് വണ്ടിയിൽ കേറ്. ഇതാണ് ഗൈസ് നമ്മുടെ പാച്ചുമോന്റെ സ്കൂള്, ശ്രീഭദ്ര വിദ്യാമന്ദിർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാച്ചുമോന്റെ വീഡിയോസിലൊക്കെ നമ്മുടെ സ്കൂള് കാണിച്ചിട്ടുണ്ട്. പാച്ചുമോന്റെ ക്ലാസ് ദേ മുകളിൽ അവിടെ ലോണ്ട എവിടെയാണ് റോണിയെ? സ്റ്റാൻഡേർഡ് 2 കഴിഞ്ഞിട്ട് 2B അപ്പുറത്ത് അവിടെയാണ് പാച്ചുമോൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്. അതെ, പാച്ചുമോൻ്റെ സ്കൂളിൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നമ്മൾ വേറെ സ്കൂളിലേക്ക് മാറുകയാണ്. ഇനി ന്യൂ സ്കൂളിലത്തെ വീഡിയോസാണ് ഇനി വരിക. നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാൻ തരാൻ നിൽക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് എനിക്കറിയാം. പറയും ചേർത്താൻ പോവാ. മിണ്ടില്ലേ? അവിടെ ഒരു ജാതി തള്ളതള്ളലോ. ഇനി വയലന്റ് ആവണം കേട്ടോ. ദർശകനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല ഇതിന്. ഒരക്ഷരം ഉണ്ടില്ല. ഈ വളരെ മോശമാണ്. നീ ഭയങ്കര വയലന്റ് ഒക്കെ ആയിട്ട് നടന്നിട്ട് വീട്ടിലൊക്കെ ഭയങ്കര വയലന്റ് അല്ല ഉണ്ണി. ഇവിടെ സൈലന്റ് ആണ്. അതൊക്കെ പോട്ടെ, ടെക്നിക്ക് ചെയ്തൊക്കെ പോട്ടെ. അതെ, എന്തെങ്ങനെയെന്ന്
അത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞങ്ങൾ പറയട്ടെ, ഇനി നിങ്ങളാരും പാച്ചുവിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് മിണ്ടിയിട്ടില്ല, അവർ ഭയങ്കര ജാടയാണെന്നുള്ള പരാതി പറയുന്നത്. അതാണ് ആള് ഒരു കംഫോർട്ട് സോൺ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കമ്പനിയുള്ളൂ. ജാട എന്താന്ന് എന്റെ മോനെ അറിയില്ല കേട്ടാ, ജാട എന്താന്ന് എന്റെ മോനെ അറിയില്ല. അപ്പോൾ നമ്മൾ പാച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് പോയി ടീച്ചിങ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള മണി എടുക്കണം. എടുത്തിട്ട് നേരെ നമ്മള് ഇപ്പൊ അഡ്മിഷന് വേണ്ടി പോകാം. ഇനി നമുക്ക് പാച്ചുമോന്റെ ശ്രീഭദ്ര വിദ്യാമന്ദിറിനോട് ടാറ്റ ബൈ ബൈ പറയാണ്. ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനി ഇവിടേക്ക് വരുന്നില്ല, നമ്മൾ വേറെ സ്കൂളിലേക്ക് പോലെ. അപ്പൊ ഇവിടെ ശ്രീഭദ്ര കാണും. ഒരു ടാറ്റ ബൈ ബൈ പറയും. ടാറ്റ ബൈ ബൈ. അപ്പോൾ ഞാൻ ഇനി പാച്ചുമോന്റെ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന സ്കൂളാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. ഇന്ന് അഡ്മിഷൻ ദിവസം തോന്നിട്ടാ നിറയെ വണ്ടികൾ വന്നിട്ടുണ്ട് സ്കൂളിൽ. ആ പിള്ളേരോളൊക്കെ കുറേ പേര് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. ഒതുക്കിയിട്ട് കൂടി നമ്മുടെ വണ്ടി ഇവിടെ തേടാം. അത് സ്കൂളിൻ്റെ വണ്ടിയാണ് കേട്ടോ. നമുക്ക് പക്ഷേ സ്കൂൾ ബസ് നമ്മുടെ അവിടേക്ക് എത്തില്ല, നമ്മൾ പ്രൈവറ്റ് ബസ്സാണ് പറഞ്ഞിട്ടുള്ളത്. ട്രാവലർ പോലത്തെ വണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പാച്ചുമോൻ പഠിക്കാൻ പോകുന്ന, ഇനി മുതൽ പഠിക്കാൻ പോകുന്ന പാച്ചുമോൻ്റെ സ്കൂള്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെവിടെയാണ് എന്തെവിടെയാണ് അവന് അത് നമ്മുടെ ദിവ്യേച്ചിനെ നമ്മൾ അൺഎക്സ്പെക്ടഡ് കണ്ടതാ കേട്ടോ. അത് പോട്ടെ, വീട് ഇത് കാണാട്ടാ. എന്താ പേര്? എവിടെ പഠിക്കണേ? അഡ്മിഷൻ എത്രയല്ല? 9 എവിടെ വീട്? ഊട്ടുപാറ, പാലക്കാട് വടക്കഞ്ചേരി. അപ്പോൾ ഓക്കെ കേട്ടാ, കാണാം. അപ്പോൾ ഇതാണ് പാച്ചുമോൻ്റെ സ്കൂള്. ഡോൺ ബോസ്കോ മോളയത്തിനും വെട്ടിക്കലിനും ഇടയിലാണ് സ്കൂൾ വരുന്നത്. വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ടോ പാച്ചപ്പ? നോക്കി നീ, ഇവിടെ പൂന്ത് വിളയാടുന്നാണ് പാച്ചപ്പന്. ഫുട്ബോള്, ക്രിക്കറ്റ് അതും കളിക്കാലോ. പിന്നെ ഇവിടെ കുറെ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ലവ് ബേർഡ്സ് ഇല്ലേ, ആദ്യം തന്നെ നമുക്ക് സ്കൂളിൻ്റെ ഇവിടുത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് ഞാൻ സ്കൂളും പരിസരമൊക്കെ പറ്റണതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാച്ചുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കാനുള്ള പയ്യനാണ് നിൽക്കണണ്ട. ഇതിൻ്റെ കൂട്ടുകാരനാവണതാ. അപ്പോൾ ഇതാണ് ഓഫീസ് റൂം. ഇവിടെയാണ് വന്ന് ഞങ്ങൾ വന്നപ്പോഴും പാച്ചുവിന് എക്സാമൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ തന്നെയാണ്. ഹലോ ചെമ്പൂത്തിരി എവിടേക്ക് ആക്കാൻ പോവാ? 3ലേക്ക്. ഞാൻ പാച്ചുവിനോട് പറയാം, അവൻ പാച്ചുവിൻ്റെ ക്ലാസ്സിലേക്കാന്ന് തോന്നുന്നുണ്ട്, 3ലാന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു വരിക. ചേർത്തിയാ കഴിഞ്ഞ സൈഡിൽ വാരൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അടിപൊളി കേട്ടാ. അങ്ങനെ പാച്ചുമോൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് യൂണിഫോമിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടേക്ക് വന്നേക്കേട്ടാ. ഇതാണ് ഗ്രൗണ്ട്. അസംബ്ലി നടക്കുന്നത് ഇവിടെ ഞാൻ തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഇവിടെ തന്നെയാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഓരോ ക്ലാസ്സിൽ വെട്ടിയതാ.
ആ ഇങ്ങനെയൊന്നും വെട്ടാൻ പാടില്ല കേട്ടോ. ഇത് വലുത് ആ സെറ്റാ കുഴപ്പമില്ലല്ലോ. ട്രൗസർ വലിപ്പം കൂടുതലല്ലോ. ട്രൗസർ അത്ര വേണം അല്ല പുഴക്കുണ്ടല്ലോ. അരവണ്ണം കറക്റ്റല്ലേ? ഷർട്ടോ ഓക്കെ അല്ലേ? ഇമാനുവൽ നമ്മുടെ സബ്സ്ക്രൈബറാണ്. ആളെ ഇളനാടാണ് വീട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് മാറാൻ പോവാ. നമ്മുടെ സ്വന്തം പട്ടിക്കാടുക്കാണ് താമസം പറഞ്ഞല്ലേ. ഇങ്ങോട്ട് പോയോ. ഹായ്. പാച്ചുവിൻ്റെ ഫ്രണ്ട്സ് ആട്ടാ. പാച്ചു എല്ലാവരും പരിചയപ്പെട്ടു വെക്കി. ആ ആ അവൻ്റെ വീട് പാലക്കാടാ. ആ ഞാൻ തുറന്നേരം ഇങ്ങനെ പിടിക്കും. കുറച്ചുകൂടി മുളക്കി പിടിക്കും. കാണാറില്ലേ? എവിടെയാ സ്ഥലം? എവിടെയാ? വടക്കഞ്ചേരി. വടക്കഞ്ചേരിയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ ഈ അഡ്മിഷൻ പോയിട്ട്. ഇങ്ങോട്ട് താമസം പറയാം അല്ല അവിടെ തന്നെ. അച്ഛന് വിശാലമായ കളി സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൻ ക്ലാസ്സിലിരുന്ന് ഇറങ്ങുന്നു. ഞങ്ങള് സ്കൂൾ ബസ്സിന്റെ ആളെയും കൂടി വിളിക്കുന്നുണ്ട്. അപ്പൊ മെഷർമെന്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് അവന്റെ സ്കൂള്. നല്ല തണവുണ്ട്. വായിച്ചു കൊടുക്ക. ഇതിനൊക്കെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മസ്തിഷ്കാഘാതം, പുകവലിയോടുള്ള അടിമപ്പെടൽ, ആസക്തി, വായ തൊണ്ട ക്യാൻസർ, ചുണ്ട് വായ തൊണ്ട ശ്വാസനാളി, തൊണ്ടവേദന, ഇവിടെയൊക്കെ ക്യാൻസർ വരും. പുകവലിക്കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മളോട് എഴുതിയിരിക്കുന്നത്. പുകവലിക്കുമ്പോൾ കിട്ടുന്ന സുഖം നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാക്കും. കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ വലിയ രോഗം വിളിച്ചു വരുത്തണം. പുകവലിക്കാൻ പാടില്ല. ഓക്കെ. കാശോടെ മറ്റേ ആർച്ചറി കണ്ടടാ, അമ്പ ചെയ്യണത്. സ്കേറ്റിംഗ് ഉണ്ട്. സ്കേറ്റിംഗ് ഇവിടെ ഉണ്ട്. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് അങ്ങനെ പാച്ചുമോൻ്റെ സ്കൂള്. വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. ICSയും നല്ല ഉണ്ടാവില്ല. അത് പറയാൻ വന്നപ്പോഴാ ചേട്ടൻ പൊടിച്ച് തിന്നാൻ പോയപ്പോഴും അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. അങ്ങനെ ദേ പാച്ചുമോൻ്റെ സ്കൂളിലത്തെ അഡ്മിഷനൊക്കെ കഴിഞ്ഞു. ബുക്കിന്റെ അന്ന് വരുമ്പോ എല്ലാ ബുക്കും വാങ്ങാനുള്ള ഫീസ് അടച്ച് ബുക്ക് വാങ്ങാം. ഇത് യൂണിഫോമിന് മാത്രം 3 രൂപ. അങ്ങനെ നമ്മൾ ബുക്കിന് പറഞ്ഞല്ലോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം. ഇനി ഫാം കാണിച്ചെടുക്കാം. പിടിച്ചിട്ട് അന്ന് തന്നെ കേസ് ടീച്ചറെ അപ്പൊ നമ്മള് സ്കൂളിലത്തെ അഡ്മിഷനൊക്കെ എടുത്തിട്ട് പോവായിട്ടാ. ഫാം കാണാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വയ്യ. അവൾക്ക് വയ്യ, പാച്ചുവിനും വയ്യ, എനിക്കും വയ്യ. പാച്ചിലോട് മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പാച്ചാ മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ മുടി കണ്ടിട്ട് നല്ലോണം മുടിയൊക്കെ ഉണ്ടല്ലോ ദർശകന്. സ്കൂൾ ഓർക്കുമ്പോ ഒന്നും പറ്റില്ല കേട്ടാന്ന്. അപ്പൊ അച്ഛൻ തിരിച്ചുവിടാ മുടിയുണ്ട്. അതേ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ വെട്ടിയിട്ട് പറയണ്ടാ. പാച്ച് പറയാം അത് മിസ് തമാശ പറഞ്ഞത്. തമാശയല്ല, സീരിയസാ. നീ കേറ്. അപ്പൊ ദേ നമ്മള് എൻ്റെ സ്കൂളിൽ ഇതൊക്കെ തിരിച്ചു വന്നു കേട്ടാ. ഇതിപ്പോ സമയം വൈകുന്നേരം ആയിണ്ട് ഏകദേശം. നമ്മള് വന്നത് ഉച്ച നേരത്താ. നമ്മൾ പോകുമ്പോ വലിയ വെയിൽ തോന്നാത്ത കാരണം നമ്മൾ RX എടുത്തിട്ടാ പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോ നല്ല പണി കിട്ടി. അവിടുന്ന് യൂണിഫോമൊക്കെ മെഷർമെന്റ് ഒക്കെ കൊടുത്ത് വരുമ്പോ നല്ല നേരമായി. അപ്പോൾ നല്ല വെയിലപ്പോൾ ഒരു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും ഇരുന്നിട്ട് ഉരുകി ഒലിക്കണ അവസ്ഥയിലായി വെയിലത്ത് വരുമ്പോൾ. അങ്ങനെ വന്ന വശം ഡേ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങി. ഫാൻ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഫാനിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി ഫാനിട്ട് കിടന്ന് ഉറങ്ങിയതേ. ഇവിടെ ഇപ്പോൾ ഡുഡും പാച്ചും ബീച്ചൊക്കെ വീഡിയോ എടുക്കണ്ട. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പോടാ. ഒരു ഹൈ പറഞ്ഞിട്ട് പോടാ. ഒരു ഹൈ പറഞ്ഞിട്ട് പോടാ. പോവാ. അപ്പം ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടാ. ഇതേ കണ്ട ചിന്നു കരിയംകുളം
ചങ്ങായിസിലേക്കുള്ള പുതിയ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടാ. എന്തോ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഡിയേ ഓ എവിടേക്കാ പോണേ? പാച്ച് സൈക്കിൾ ചവിട്ടിട്ട് പാച്ചുണ്ട് വീഡിയോയില്. അവരെന്തോ സീൻ എടുത്തോണ്ടിരിക്കുക. പക്ഷെ അവള് പറയണതൊന്നും അനുസരിക്കാണ്ട് തേച്ചതേ അവളുടെ കാര്യം നോക്കി പോണ്ട്. ദീച്ചുവിന് പുതിയ ഡ്രസ്സ് ചിന്ന തയ്ച്ചിട്ടുള്ളതാട്ടാ. ആരെ തയ്ച്ച ദീച്ചുവോ? വീഡിയോ കണ്ടു കഴിഞ്ഞ പിന്നെ ഞങ്ങള് ഭയങ്കര കരിങ്കാളി ഒന്ന് കാണിച്ച ദീച്ചോ. കരിങ്കാളിയല്ലേ കാളിക്ക് ഇങ്ങട് അമ്മായിനെ കാണിച്ചതാ. കരിങ്കാളി കാണിച്ചെന്ന്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ് പെണ്ണാള്. മറ്റേത് കാണിച്ചേ. നിന്റെ പട്ടണത്തിലെ കൊട്ടകയിൽ സിനിമ കാട്ടിത്തരാം, ഒത്തിരി പലഹാരം നമ്മള് കൊണ്ടുവന്ന് തരാം, നല്ല സ്നേഹം കാട്ടിത്തരാം, നമ്മളുടെ ജീവൻ തന്നെ തരാം, മധുര ലഡുവിൽ കാണും തുറുമുന്തിരി പോലെ നിന്റെ ചങ്കിലും ഇല്ലേ തരു നമ്മളെ ഇഷ്ടം, വേഗം സൊല്ലു ഒന്ന് വേഗം സൊല്ലു, നമ്മൾ രാമൻ സീതയെ നോക്കും അതിരിക്കാവൽ നിന്ന് തരാം, പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ. ഞങ്ങൾ ഇന്ന് ഫുൾ പ്രാക്ടീസ് ആയിരുന്നു പാട്ടിന്റെ. ഞാൻ പഠിപ്പിച്ചോടത്ത് വേറെ, അവള് കളിക്കണത് വേറെ. അതെ ഇവിടെ വീഡിയോസ് ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ പാച്ചുമോന്റെ ഒരു സ്കൂൾ ട്രാൻസ്ഫർ വീഡിയോ ഒക്കെ ഇന്നോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ചേട്ടൻ പുറത്തു പോയി. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.